സുരേഷ് ഗോപി അല്ലാതെ സുരേഷ് ഗോപി അല്ലാതെ വേറെ ആരും ഇത് ചെയ്യാനാണ്. LDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവര് ഒന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കേന്ദ്രത്തിന്റെ സഹായം ആ പാവം അമ്മ ചോദിച്ചത്. അത് കണ്ടിട്ട് നമ്മളുടെ സുരേഷ് ഗോപി ഒരു ദിവസം രാത്രി എല്ലാം കാര്യങ്ങൾ നടന്നില്ലേ. ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വരെ ഉണ്ടാക്കി കോസ്റ്റ് ഗാർഡും എല്ലാവരും കൂടെ ചേർന്ന് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആര് ചെയ്താലും സമയമെടുക്കും. നമ്മളിപ്പോ സുരേഷ് ഗോപി ആദ്യമായിട്ട് ഇവിടെ 2 കൊല്ലമായിട്ടുള്ളൂ. ഇതിനു മുമ്പുള്ള MP-മാര് വന്നിട്ട് എന്താണ് തൃശ്ശൂർ നടന്നിട്ടുള്ളത്? കഴിഞ്ഞ 15 കൊല്ലത്തേക്ക് നമ്മൾ പുറകോട്ട് ചിന്തിക്കൂ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം പ്രതാപൻ ആയിരുന്നു ഇവിടുത്തെ MP. ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്, എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ജനങ്ങൾക്ക് അറിയാലോ. എന്താണ് ഈ കഴിഞ്ഞ 5 കൊല്ലം? ഞാനിവിടെ പ്രതാപൻ എന്ന് പറഞ്ഞ MP-നെ വളരെ റയറായിട്ട് ടൗണിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അത് നോക്കുമ്പോൾ സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ തന്നെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. കാരണം സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ വേറെ ഒരു MP-യും ഇത്ര കാലം ഇവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും ഇവിടുത്തെ MP-മാരും എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഈ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയായി, റെയിൽവേ ഇതെങ്ങനെയായി? പണ്ടൊക്കെ ഞാൻ ബോംബെയിൽ പോവുമായിരുന്നു. അപ്പൊ ബോംബെയിലൊക്കെ 4 മണിക്കൊക്കെ ട്രെയിൻ എത്തുമ്പോ അവിടെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും ഒന്നിച്ച് വെളിയിലേക്ക് ഇരിക്കുകയാണ്. വെളിയിക്കുക അവർക്കൊരു സാഹചര്യമില്ല. ഇന്നത്തെ സ്ഥിതി നോക്ക് നിങ്ങൾ. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ഫീൽഡിലും വ്യത്യാസം വന്നിട്ടുണ്ട്. നമസ്കാരം, രേഷ്മ. തൃശ്ശൂർ എവിടെയാണ് സ്ഥലം? തിരുവമ്പാടി അമ്പലത്തിനവിടെ. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു പോയിട്ട്. ഒരു MP എന്നുള്ള നിലയിൽ, കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തയാണ്? തീർച്ചയായിട്ടും 101% സംതൃപ്തിയാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂരിന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു പയ്യൻ കടലിൽ പോയിരുന്ന കാണാതായ ഒരു വിഷയമുണ്ട്. അപ്പൊ ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരൊന്നും ഇടപെടാൻ ഒരുപാട് വൈകിയെന്ന് ആ കുട്ടിയുടെ അമ്മ തന്നെ പരസ്യമായിട്ട് വന്ന് പറഞ്ഞു. സുരേഷ് ഗോപിയാണ് ഇടപെട്ടത്, അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപി അവരെ നേരിട്ട് വിളിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കേരളത്തിൽ LDF-ൽ നിന്നും UDF-ൽ നിന്നും ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്ക് വന്നു തുടങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും സുരേഷ് ഗോപി അല്ലാതെ വേറെ ആരും ഇത് ചെയ്യാനാണ്. LDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവര് ഒന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കേന്ദ്രത്തിന്റെ സഹായം ആ പാവം അമ്മ ചോദിച്ചത്. അത് കണ്ടിട്ട് നമ്മളുടെ സുരേഷ് ഗോപി ഒരു ദിവസം രാത്രി എല്ലാം കാര്യങ്ങൾ നടന്നില്ലേ. ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വരെ ഉണ്ടാക്കി കോസ്റ്റ് ഗാർഡും എല്ലാവരും കൂടെ ചേർന്ന് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ തൃശ്ശൂരിലെ ഗ്രാമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പക്ഷെ ഈ ഗ്രാമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എത്തിക്കാൻ ഇവിടെ LDF-ഉം UDF-ന്റെയും ഭാഗത്തു നിന്ന് എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും തടസ്സങ്ങളുണ്ട്. കാരണം ഇപ്പോ കേന്ദ്രത്തിൽ എന്ത് തരാമെന്ന് പറഞ്ഞാലും സംസ്ഥാന സർക്കാർ ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നതുകൊണ്ട് മാത്രം അവര് തടസ്സം നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ച സമയത്ത് ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു വലിയൊരു ഡെവലപ്മെന്റ്, അത് ആ ഒരു വിഷയത്തിലേക്ക് വരുന്ന 5 വർഷത്തിനിടയിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് ഒരു വലിയൊരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹത്തിന് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയം ഇന്ത്യ സഖ്യം കളിക്കാതിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ഈ വരുന്ന ഒരു പാർലമെന്റ് ഇലക്ഷൻ ഒരു 2.5 വർഷങ്ങൾക്ക് ശേഷമാണ്. സുരേഷ് ഗോപിക്ക് ആ ഒരു ട്രെൻഡ് ഇനി നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു? സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ അവസാനത്തെ സംഭവം നോക്കുകയാണെങ്കിൽ പോലും സുരേഷ് ഗോപി പറ്റിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ സുരേഷ് ഗോപി ഇപ്പൊ പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം കേന്ദ്രത്തിലുള്ള സ്പെഷ്യൽ സാങ്ഷൻ ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോ തീർച്ചയായും അദ്ദേഹത്തിന് അടുത്ത വട്ടം ജയിക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. നമസ്കാരം, ആന്റണി പാലത്തിങ്കൽ. സ്ഥലം തൃശ്ശൂര് മിഷൻ കോട്ടേഴ്സ് എന്ന് പറയും. ചേട്ടാ, ഇപ്പോ ഈ ഏകദേശം 2 വർഷം കഴിഞ്ഞു സുരേഷ് ഗോപി തൃശ്ശൂരിലെ MP ആയിട്ട്. എന്താണ് അഭിപ്രായം? അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ താങ്കളൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വളരെ ഭംഗിയായിട്ട് പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂര് ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ വർക്കുകളൊക്കെ ഒരുവിധം പണി പൊളിച്ചു തുടങ്ങി. അവിടെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷൻ നമുക്കൊരു 5 സ്റ്റാർ റെയിൽവേ സ്റ്റേഷനായി കാണാൻ സാധിക്കും. ഒരു എയർപോർട്ട് സ്റ്റൈലിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് പുതിയ വർക്കുകൾ. ജെയിംസിന്റെ കാര്യങ്ങൾ ഇപ്പൊ എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പുതിയ ബഡ്ജറ്റിൽ എയിംസ് അനൗൺസ് ചെയ്യുമെന്നാണ് നമ്മളെല്ലാവരും തൃശ്ശൂരിൽ പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂർ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. സംസ്ഥാന സർക്കാർ അതിന് എന്തെങ്കിലും ഒരു തടസ്സം നിൽക്കാനുള്ള സാധ്യത ഉണ്ടോ തൃശ്ശൂരിൽ എയിംസ് കൊണ്ടുവരുന്നതിന്? പുതിയ സർക്കാർ ഒരു പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്.
എയിംസിന് കുറച്ചുകൂടിയും ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ മുരളീധരൻ ഒക്കെ കൂടുതൽ പോസിറ്റീവായിട്ട് തൃശ്ശൂർകാരനും കൂടിയാണല്ലോ. അപ്പോൾ കൂടുതൽ എയിംസ് വരാൻ തൃശ്ശൂർ വരാൻ സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് സമയമാകുമ്പോഴേക്കും കേരള ഗവൺമെന്റ് തൃശ്ശൂർ ഒരു മുൻഗണന കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ പുറകെ നടക്കുകയായിരുന്നു, ഇലക്ഷന് മുന്നും ഇലക്ഷന് ശേഷവും. ഇപ്പൊ തിരുവനന്തപുരത്ത് വി രാജേഷ് ജയിച്ചതിന് ശേഷം എല്ലാവരും അങ്ങോട്ടാണ്. സുരേഷ് ഗോപി അവർ ഫ്രീ ആയിക്കെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവര് എവിടെയാണ് അവർക്ക് ന്യൂസ് കിട്ടുന്നത് അവിടേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യും. കോർപ്പറേഷൻ അറിയാലോ, നമുക്ക് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കോർപ്പറേഷൻ കിട്ടുന്നത്. അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കൊല്ലങ്ങളായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷൻ BJP പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിനുകൊണ്ട് നമുക്ക് അവിടെ കണ്ടമാനം കാര്യങ്ങൾ കോർപ്പറേഷനിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ മീഡിയ അവിടേക്ക് ഫോക്കസ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയ്ക്ക് അറിയുന്നില്ല. BJPനെ എല്ലാം മാധ്യമ പ്രവർത്തകരും കാര്യമായി അവോയ്ഡ് ചെയ്യണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. കൂടുതൽ നമുക്ക് എന്താണ് നടക്കുന്നത്, സുരേഷ് ഗോപി ആണെങ്കിലും BJP MLA ചെയ്യുന്നതാണെങ്കിലും ഓപ്പറേഷൻ മേയർ ചെയ്യുന്നതാണെങ്കിലും ഒന്നും കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് അറിയുന്നില്ല. അത് കൂടുതലായിട്ട് അറിയണം, എന്നാലും ജനങ്ങൾക്ക് അറിയുള്ളൂ എന്താണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് മീഡിയ കണ്ടമാനം അതിൽ നല്ലൊരു എന്താ പറയാ ഒഴുകേട് കാണിക്കുന്നുണ്ട്. ചേട്ടാ, ഈ തൃശ്ശൂരിലെ സാധാരണ ജനങ്ങൾ ഈ സുരേഷ് ഗോപിയുടെ ഒരു MP എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ടും സംതൃപ്തരാണെന്ന് ചേട്ടൻ തോന്നുന്നുണ്ട് ചേട്ടന്? അത് ആര് ചെയ്താലും സമയമെടുക്കും. നമ്മളിപ്പോ സുരേഷ് ഗോപി ആദ്യമായിട്ട് ഇവിടെ ഇപ്പൊ 2 കൊല്ലമില്ലായിട്ടുള്ളൂ. ഇതിനു മുമ്പുള്ള MP വന്നിട്ട് എന്താണ് തൃശ്ശൂർ നടന്നിട്ടുള്ളത്? കഴിഞ്ഞ 15 കൊല്ലത്തേക്ക് നമ്മൾ പുറകോട്ട് ചിന്തിക്കൂ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം പ്രതാപൻ ആയിരുന്നു ഇവിടുത്തെ MP. ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്, എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ജനങ്ങൾക്ക് അറിയാലോ. എന്താണ് ഈ കഴിഞ്ഞ 5 കൊല്ലം? ഞാനിവിടെ പ്രതാപൻ എന്ന് പറഞ്ഞ MP-നെ വളരെ റയറായിട്ട് ടൗണിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അത് നോക്കുമ്പോൾ സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ തന്നെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഒരു 10 കൊല്ലം 5 കൊല്ലം മുമ്പ് നമ്മൾ റെയിൽവേ സ്റ്റേഷനുകൾ നോക്കൂ, ഇപ്പൊ ട്രെയിനുകൾ നോക്കൂ. കേരളത്തിലേക്ക് എത്ര ട്രെയിൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു 5-10 കൊല്ലം മുമ്പ്. ഇപ്പോൾ എത്ര ട്രെയിനുകൾ കേരളത്തിലേക്ക് വന്നു തുടങ്ങി. വന്ദേ ഭാരത് വന്നു. ഇപ്പൊ 3-4 ട്രെയിനുകൾ കേരളത്തിൽ 2 കൊല്ലം കൊണ്ട് വന്നില്ലേ? അത് വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ നോക്കും, 3 കൊല്ലം കൊണ്ട് ഇപ്പൊ എത്ര റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോ പുതിയ പദ്ധതികളിൽ റെയിൽവേ സ്റ്റേഷനുകൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും റെയിൽവേ സ്റ്റേഷനുകൾ നന്നാവും. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇനി ഇരിഞ്ഞാലക്കുട വരുന്നുണ്ട്, പുതുക്കാട് വരുന്നുണ്ട്. പല റെയിൽവേ സ്റ്റേഷനുകളും പുതിയ സ്കീമിൽ, അമൃത സ്കീമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയിൽ തൃശ്ശൂരിൽ നിന്ന് വലിയൊരു സംഭവം പ്രതീക്ഷിക്കാം അല്ലെ? 2 കൊല്ലമായിട്ടുള്ള ഒന്ന് കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉറപ്പെടുപ്പിലാണ് സുരേഷ് ഗോപിയും MP-യും. ഞങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. റോഷൻ